തെറ്റുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ തെറ്റുകാരനാണ്. ഇന്നി മിഖ്റാഫു ദുനൂബി യാ റസൂലല്ലാഹ്, പാപങ്ങൾ ധാരാളം ചെയ്യുന്ന മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് നീ വേണ്ട രീതിക്ക് തൗബ ചെയ്യ്. അദ്ദേഹം പറഞ്ഞു, ഫഅഊദു, ഞാൻ തെറ്റുവിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നുണ്ട്. തൗബ ചെയ്താലും വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, നീ അല്ലാഹുവിലേക്ക് തൗബ പുതുക്കിക്കൊണ്ട് നിലകൊള്ളണേ. നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ അതുകൊണ്ടാണല്ലോ തൗബ ചെയ്യാൻ മടിക്കുന്നത്. പലരും പറയും, ഓ ഉസ്താദേ എപ്പോഴും ഉണ്ട്, എല്ലാ ദിവസവും കള്ളോടി. എടാ, കള്ളു കുടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനിത് ചെയ്യൂല എന്നുള്ളൊരു ദൃഢനിശ്ചയം മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒഴിവായി നിലകൊണ്ട് കണ്ട് തന്നെ തൗബ ചെയ്യും. പിന്നെ നീ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയാലും വീണ്ടും നീ തൗബയെ പുതുക്കിക്കൊണ്ടുവരണം. മുസ്ലിമിന്റെ അല്ലാഹുവിനോട് ചോദിക്കുവാൻ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അദീം വഅതൂബു ഇലൈഹി, ഉന്നതനാകുന്ന പടച്ചറബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. എല്ലാ വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ അദീം വഅതൂബു ഇലൈഹി. തന്നെ തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യനാണ്, സ്വാഭാവികമായി സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റിലേക്ക് പോകും. കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്, തെറ്റ് ചെയ്യാത്തവർ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തെറ്റ് ചെയ്ത ആളുകൾ അല്ലാഹുവിലേക്ക് തെറ്റ് ഏറ്റുപറയലാണ്. അത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ചുകൂടെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പൊറുക്കണേ എന്ന് പടച്ച റബ്ബിനോട് ഖേദിച്ച് പറയലാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. അത് പറയാതെ അഹന്ത വെച്ചുകൊണ്ട് നടന്നാൽ റബ്ബിന്റെ ശിക്ഷ കഠിനമാകും. ഒക്കെ ഒരു സ്വഹാബിയാണ് പറയുന്നത്, നബിയെ, ഇന്നി മഖ്റാഫു ദുനൂബി യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നീ തൗബ ചെയ്യണേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്യും വീണ്ടും. നബി തങ്ങൾ പറഞ്ഞു, നീ വീണ്ടും തൗബ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും തെറ്റിലേക്ക് മടങ്ങിപ്പോകും. നബി തങ്ങൾ പറഞ്ഞു, ഹത്താ ഹുവ ശൈത്വാനു ഹത്താ ഹുവ ശൈത്വാനു ഹുവൽ മഹ്സൂർ, പിശാച് ബന്ധനസ്ഥനാകുന്നത് വരെ നീ തൗബ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ തൊട്ട് ആശ മുറിയും പിശാച്. തൗബ എന്ന് പറയുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. നീ തൗബ പുതുക്കി പുതുക്കി പുതുക്കി